ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നേരം പരപരാ വെളുത്തപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ നാലമ്പലം പോകുന്ന യാത്രയാട്ടോ ഈ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വീട്ടിൽ നിന്ന് 5 മണിക്ക് പോവുകയാണ് കേട്ടോ. 5:30 ആകുമ്പോഴേക്ക് ബസ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം ഓട്ടോറിക്ഷ വിളിച്ച് വന്നത് അഗസ്ത്യമൊഴി എത്തി. അപ്പം ബസ് കുറച്ച് നേരം വൈകിട്ടോ, 5:50 ആയി വന്നപ്പോൾ. പിന്നെ അവിടെ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ ബസ് കാത്ത് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. പിന്നെ ഓട്ടോറിക്ഷയിൽ വന്ന സുഭാഷ് ഏട്ടനാണ്, മൂപ്പര് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ ശ്രീരാമസ്വാമീൻ്റെ ക്ഷേത്രത്തിന് മുമ്പിലെത്തി. ബസ്സിലാണ് ഞങ്ങൾ, 2 ബസ്സിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കുണ്ട്, പക്ഷേ നല്ല മഴയായിരുന്നു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൊഴാനൊക്കെ. ഭഗവാനെ കണ്ട് നന്നായിട്ട് ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ പറ്റി. പക്ഷേ യാത്ര കുറച്ചൊരു ഈ ഇറങ്ങിയിട്ടുള്ള യാത്രകൾ, ബസ്സിലത്തെ യാത്രയല്ല, അങ്ങനെയുള്ള യാത്രകൾ കുടയും ചൂടി നനഞ്ഞ് ആകെ ബുദ്ധിമുട്ടായി പോയിട്ടോ. എന്നാലും തൊഴുത് പോന്നു. കണ്ടേ നല്ല തിരക്കായിരുന്നു കേട്ടോ. എവിടെയൊക്കെയോ ഉള്ളവരൊക്കെ വരുമല്ലോ, അങ്ങനെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ച് പിന്നെ ലക്ഷ്മണസ്വാമീൻ്റെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ നടക്കാനുണ്ട് കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. നടക്കാമെന്ന് പറഞ്ഞാൽ ഒന്നാണ് ഈ വഴിയൊക്കെ ബ്ലോക്കാണ്. പല സ്ഥലത്തു നിന്നും വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാറുകളൊക്കെ ആണെങ്കിലും സൈഡാക്കി നിർത്തിയിട്ട് നമുക്ക് ആ ബസ് നിന്ന് അവിടെ നിർത്തി പോരാൻ വയ്യ. അപ്പോൾ ഞങ്ങളെ കുറച്ച് അങ്ങോട്ട് എവിടെയും നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം അമ്പലത്തിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്നിട്ടും ബുദ്ധിമുട്ടായി പോയിട്ടോ. അങ്ങനെ പിന്നെ നാലമ്പലം പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലമ്പലം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോണത് തിരുമാന്താംകുന്ന് കേട്ടോ. തിരുമാന്താംകുന്ന് പോയി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ നാലമ്പലം പോകുന്നുണ്ടായിരുന്നു. മലപ്പുറത്തുള്ള നാലമ്പലമാണ് കേട്ടോ. തൃശ്ശൂരുള്ളതല്ല, പിന്നെ തൃപ്രയാറല്ല, മലപ്പുറത്തുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ പുലർച്ചയ്ക്ക് പോയാലും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്താം. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പോയത്. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരുമാന്താംകുന്ന് പോയി. അവിടുന്ന് അമ്മേനെ തൊഴുതു, നല്ലതായിട്ട് തൊഴാൻ പറ്റി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുന്ന് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് പിന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഞാൻ ഇതേപോലെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടാൻ എനിക്ക് പറ്റാറില്ല. അത് ഞാനപ്പോൾ വെറുതെ ഇതാക്കി കളയലേന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്നോട് ശശികല പറയും, ടീച്ചർ വെറുതെ എടുക്കല്ലേ, എടുത്തിട്ട് എന്താ അത് ഇടൂലല്ലോ, വെറുതെ എടുത്ത് കൊണ്ടുപോകല്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ട് എന്തായാലും എടുത്തതാണല്ലോ, അപ്പോൾ ഈ പ്രാവശ്യം തന്നെ അത് ഇടണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതൊക്കെ ഇടുന്നത്. ഇത് ഞങ്ങൾ പോയ ബസ്സാണ്. അങ്ങനെ പിന്നെ തിരുമാന്താംകുന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാടാമ്പുഴയാണ് പോയത്. കാടാമ്പുഴ പോയിട്ട് നല്ലൊരു സംഭവമാണ്. അവിടുത്തെ ഉച്ചഭക്ഷണം കിട്ടാണ്ട് ഞങ്ങൾ എന്താ പറയുക, അമ്മ ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ചു. എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ ക്യൂ നിൽക്കാൻ നേരത്ത് പിന്നെ ഒരാൾ പറഞ്ഞു അവിടെ ചോറില്ല, ചോറ് തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞു. എങ്കിലും കൂടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പറഞ്ഞു നമുക്ക് പോയി ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വരാം, എന്നിട്ട് പോയി തൊഴാന്നൊക്കെ പറഞ്ഞിട്ട് അത് അമ്മ കേട്ടിട്ട് അമ്മ തന്ന പണിയാണോന്നും അറിയില്ല. എന്താ വെച്ചാൽ അമ്മനെ തൊഴുത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എന്തായാലും ഭക്ഷണം കിട്ടാനുള്ള വഴി ഉണ്ടായത്. ആദ്യം ചോറില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് തൊഴുത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിട്ടോ. അങ്ങനെ അവിടുത്തെ കാടാമ്പുഴ കഴിഞ്ഞ് അപ്പോഴേക്കും എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയിട്ടോ. തിരുമാന്താംകുന്നും പോയി കാടാമ്പുഴയൊക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് നേരെ വരുന്നത് കോട്ടക്കുന്ന് പാർക്കിലേക്കാണ് കേട്ടോ. കോട്ടക്കുന്ന് പാർക്കിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറേയൊക്കെ വീഡിയോസൊക്കെ എടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബസ്സുകാർക്ക് വേഗം പോരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര സമയമേ അവിടെ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോരേണ്ടി വന്നു. എന്നാലും അവർ പിന്നെ കുറേ കളികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോട്ടക്കുന്ന് എത്തി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിയും ഇതൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം ചിലവഴിച്ചു. അപ്പോൾ പിന്നെ ബസ്സുകാർക്ക് നേരം വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേറെ ഓട്ടം ഏറ്റതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് പോരേണ്ടി വന്നു കേട്ടോ. പിന്നെ എനിക്ക് കാടാമ്പുഴയൊക്കെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിപ്പോയി. കോട്ടക്കുന്ന് എത്തിയപ്പോഴും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് അവിടുത്തെ കളികളോ വിശേഷങ്ങളോ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റാണ്ടായിപ്പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.